ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാനറിയൂ വചനം. വചനമറിഞ്ഞാൽ ആത്മാവുണരും ഹൃത്തിൽ. വചനം വചനം ദൈവത്തിൻ വചനം. വചനം വചനം ദൈവത്തിൻ വചനം. ഞാൻ നിന്നെ വിളിക്കണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. എടാ, നീ പറഞ്ഞ ഡേറ്റും കഴിഞ്ഞു, 1.5 മാസവും കഴിഞ്ഞില്ലേ? ഞാനിത് പറയാൻ വേണ്ടിയാ ചേട്ടനെ കാണാൻ ഇങ്ങോട്ട് വന്നത്. എന്തു പറയാൻ? അല്ല, കാശ് റെഡി ആയിട്ടില്ലേ? നല്ല ടൈറ്റാണ് ചേട്ടാ. എടാ, ഞാൻ അങ്ങനെ ലാവിഷായിട്ട് കാശുള്ള ആളൊന്നുമല്ല. നീ എന്നങ്ങനെ അത്യാവശ്യം പറഞ്ഞപ്പോ ഒരു സഹായം ചെയ്തു, അത്രേ ഉള്ളൂ. ശരിയാണ് ചേട്ടാ, എന്റെ കണക്കൂട്ടലുകൾ തെറ്റിപ്പോയി. എനിക്ക് കുറച്ച് സമയം കൂടി വേണം. ചേട്ടാ, ഒരു മാസം കൂടി എനിക്ക് അവധി തന്നാൽ മതി. നീ ഇങ്ങനെ പറയുമ്പോ ഞാൻ എന്ത് പറയാനാ? നിനക്ക് അപ്പോഴേ പറ്റുള്ളെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും? വളരെ ഉപകാരം ചേട്ടാ. നീ എങ്ങോടാ? ഞാൻ അത് പിന്നെ പണി ഇത്തിരി കുറവായിട്ടാ. ആ ഡേവിഡിനൊന്ന് കാണണം, അവന് അത്യാവശ്യം വർക്കുണ്ട്. വാ, ആംബ്രോസിന്റെ കിടന്നൊരു ചായ കുടിക്കാം. ആ, ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ കർത്താവിനാണ് കടം കൊടുക്കുന്നത്, അവിടുന്ന് ആ കടം വീട്ടും. സുഭാഷിതങ്ങൾ 19-ാം അധ്യായം 17-ാം വാക്യം. ആന്റണി, ആ, രാവിലെ തന്നെ എങ്ങോട്ടടാ? വർക്കില്ലേ ഇന്ന്? ഏയ്, വർക്ക് കുറവാണ്. അതുകൊണ്ടാ രാവിലെ തന്നെ നിന്നെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചത്. നിനക്ക് വർക്കുണ്ടല്ലേ? അല്ല, വല്ല ചാൻസ് ഉണ്ടോന്ന് അറിയാനാ. എവിടെയാടാ? വർക്കില്ലെന്നല്ല, ആ, ഉണ്ട്. പക്ഷേ ആവശ്യത്തിലുള്ള ആളുകളും ഉണ്ട്. ഇതിനു വേണ്ടിയായിരുന്നെങ്കിൽ നിനക്കെന്നെ ഫോണിൽ വിളിച്ചാൽ മതിയായിരുന്നല്ലോ. ഏയ്, നിന്നെ കാണുന്ന കൂട്ടത്തിലേ ആ ജോർജ് ചേട്ടനെ ഒന്ന് കാണാമായിരുന്നു. ആ, നമ്മുടെ റിട്ടയർഡ് പിയോൺ അല്ലേ? അതെ അതെ. അല്ല, പുള്ളിക്കാരനെ കാണണമെന്ന് പറഞ്ഞാ എന്താ അവിടെ വല്ല വർക്കും ഉണ്ടോ? ഏയ്, അതൊന്നുമല്ല. ഞാൻ പുള്ളിക്കാരനോട് ഒരു 5000 രൂപ കടം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അത് പറഞ്ഞ ഡേറ്റിന് കൊടുക്കാൻ പറ്റിയില്ല. ആ കാര്യം ഒന്ന് നേരിട്ട് പറയാൻ വേണ്ടി പോയതാ. എന്നിട്ട് പുള്ളിയെ കണ്ടോ? കണ്ടു. കണ്ടിട്ട് തിരികെ വരികയാണ്. കാശിന് ആവശ്യമുണ്ടല്ലോടാ. ആ, ഇപ്പൊ ജോർജ് ചേട്ടനോടും അവധി ചോദിച്ചിട്ട് വരിക. അയാളുടെ നല്ല മനസ്സുകൊണ്ട് 1 മാസത്തെ അവധി കൂടി എനിക്ക് തന്നു. എടാ, വർക്ക് എന്തെങ്കിലും ആവുകയാണെങ്കിൽ ഒന്ന് പറഞ്ഞോട്ടാ. പറയാടാ. ആ, നീ ഒന്ന് നാളെ കഴിഞ്ഞ് എന്നെ വിളിക്ക്. ഒരു വർക്ക് ചിലപ്പോ 2 ദിവസം കഴിഞ്ഞ് തുടങ്ങാൻ സാധ്യതയുണ്ട്. അവര് നാളെ പറയാന്നാ പറഞ്ഞിരിക്കുന്നത്. ശരിയടാ. എന്നാ അല്ല, നീ കേറ്, ഞാൻ വഴിക്കിറക്കാം. വേണ്ടടാ, ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ ആ മൈക്കലിൻ്റെ വീട് വഴി കയറിയാ എനിക്ക് എളുപ്പം വീട്ടിലെത്താം. ഓ, എങ്കിൽ പിന്നെ അങ്ങനെ. ആ, ശരി. എന്നാ ആ, ശരിടാ.
ജോസഫേ, നീ ഇനി എന്നോടിത് പറയണ്ട. ഞാൻ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ അത് രാവിലെ വന്ന് ചെയ്തോളാം. ഏറി വന്ന ഒരു അരമണിക്കൂർ നേരത്തെ പണിയല്ലേ ഉള്ളൂ. എൻ്റെ ചേട്ടാ, എനിക്കും ഇത് തന്നെ പറയാനുള്ളത്. ചേട്ടൻ ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ ചെയ്തോളാം, അരമണിക്കൂറത്തെ പണിയല്ലേ ഉള്ളൂ, 1 മണിക്കൂറത്തെ പണിയല്ലേ ഉള്ളൂ എന്നൊന്നും പറയണ്ട. ചേട്ടൻ അങ്ങ് വന്ന് ചെയ്തു തന്നാൽ മതി. ആ ചൂടാകല്ലടാ, ഓരോരോ പണിത്തിരക്കല്ലേ, അതുകൊണ്ടാ. ചേട്ടൻ തന്നെ പണിതല്ലേന്ന് കരുതിയ, അല്ലെങ്കിൽ പിന്നെ ഈ ഒരു ലോക്ക് പിടിപ്പിക്കാൻ വേണ്ടി വേറൊരാളെ വിളിക്കണം ശരിയാണ്? ആ അത് ശരിയല്ല. ഡോറെ വന്ന് പട്ടി തട്ടിക്കഴിഞ്ഞാൽ ആ ഡോർ അപ്പം തുറന്നു പോവുകയാണ്, പട്ടി പുറത്തേക്ക് ഇറങ്ങി പോവും. ഈ പട്ടിക്കൂട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? പട്ടി ഫുൾ ടൈം പുറത്താ. ഇപ്പം തൽക്കാലം ഒരു കയറിട്ട് കെട്ടി വെച്ചിരിക്കുക ഞാൻ ഈ ഡോറ്. ഞാൻ ശരിയാക്കാന്നേ. മറ്റന്നാൾ മുതൽ പട്ടി കൂടിനകത്ത് തന്നെ ആയിരിക്കും, പുറത്ത് പോവില്ല. ആ ആ ജോസഫേ. ആ ചേട്ടാ. ആ ആന്റണി, സുഖം തന്നെയല്ലേ? എന്തു സുഖം ചേട്ടാ, പണിയൊക്കെ കുറവാ. മറ്റേ കാശ് കിട്ടിയെങ്കിൽ എനിക്ക് വലിയ ഉപകാരമായിരുന്നു. തരാം ആന്റണി. എൻ്റെ ചേട്ടാ, അധികം കാശൊന്നുമില്ലല്ലോ, 1000 രൂപയല്ലേ ഉള്ളൂ. ചേട്ടനാണെങ്കിൽ അത്യാവശ്യം വർക്കുമില്ലേ, ആവശ്യ സമയത്തല്ലേ ചേട്ടാ കാശിനാവശ്യം. അല്ലെങ്കിൽ ജോസഫേ അതിന് കടലാസിൻ്റെ വിലയിലേ ഉള്ളൂ. ഞാൻ ബുദ്ധിമുട്ടിക്കണമെന്ന് തോന്നരുത്, പെട്ടെന്ന് തന്നാൽ വളരെ ഉപകാരമായിരുന്നു. ഞാൻ പോട്ടെ എന്നാ. ശരി ജോസഫ്. എന്താ ചേട്ടാ വിഷയം എന്താ? ഞാനൊരു 1000 രൂപ കടം വാങ്ങിയിരുന്നു, അത് കൊടുക്കുന്ന കാര്യമാണ് പറഞ്ഞത്. എന്നാലും അതിപ്പോൾ ജോസഫിൻ്റെ മുമ്പിൽ വെച്ച് പറഞ്ഞത് എന്നെ ഒന്ന് കൊച്ചാക്കാൻ വേണ്ടിയല്ലേ? അത് ശരിയാ. ഈ അവൻ പറഞ്ഞിട്ട് പോയനുസരിച്ച് 1000 രൂപയുടെ കാര്യത്തിന് ഒരു 10000 രൂപയുടെ എഫക്റ്റ് ഉണ്ട്. എന്നാ പിന്നെ ഞാൻ പോട്ടെ ചേട്ടാ. പിന്നെ പട്ടിക്കൂടിൻ്റെ കാര്യം മറക്കണ്ട. ഞാൻ ശരിയാക്കാൻ. ആ ഹലോ. ആ ചേട്ടാ പറയ്. അതെ ജോസഫേ, നമുക്കൊരു 2 ആഴ്ച കഴിഞ്ഞിട്ട് മതി. ഫണ്ട് ഉദ്ദേശിച്ച പോലെ ശരിയായില്ല. ഞാൻ ആൻ്റണിക്ക് കുറച്ച് കാശ് കടം കൊടുത്തിരുന്നു, ഈ ആഴ്ച തരാമെന്നാണ് പറഞ്ഞിരുന്നത്. കുറച്ച് മുമ്പ് വന്ന് 1 മാസത്തെ അവധി ചോദിച്ചിട്ട് പോയി. അപ്പം അത് ചേട്ടൻ വിളിച്ച് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞില്ലേ, ഫണ്ട് ഓക്കെ ആയി കഴിഞ്ഞാൽ 3 ഡേയ്സ് ഇൻവെർട്ടർ വീട്ടിൽ കൊണ്ടൊന്ന് സെറ്റ് ചെയ്ത് തന്നിരിക്കും. ആ ശരി, ഞാൻ പറയാം. അപ്പം ശരി ചേട്ടാ. ഓക്കെ ഓക്കെ. എങ്കിൽ പിന്നെ ജോസഫേ ഞാൻ പൊക്കോട്ടെ, പണിക്ക് പോകാനുള്ളതാണേ. ഇപ്പൊ തന്നെ വൈകി. ചേട്ടാ, ചേട്ടന് സന്തോഷമുള്ളൊരു കാര്യമുണ്ട്. ചേട്ടന് 1000 രൂപ കൊടുക്കേണ്ട ഈ ആന്റണിയില്ലേ, ആ ജോർജ് ചേട്ടൻ്റെ കയ്യിൽ നിന്ന് 5000 രൂപ കടം മേടിച്ചിട്ടേ ഇപ്പം 1 മാസത്തെ അവധി ചോദിച്ചിട്ട് വരുന്ന വഴിയാണ് ഇപ്പം ഈ വർത്താനം പറഞ്ഞിട്ട് പോയത്. മാനവും അവമാനവും വാക്കിലൂടെ വരുന്നു, വീഴ്ചയ്ക്ക് വഴിതെളിക്കുന്നതും നാവു തന്നെ. ഏഷണിക്കാരനെന്ന് പേര് കേൾപ്പിക്കരുത്. പ്രഭാഷകൻ 5-ാം അധ്യായം 13-14 വാക്യങ്ങൾ. ഓഹോ, എന്നിട്ടാണോ അവനിപ്പോ ഇവിടെ വന്നിന്ന് വലിയ വർത്താനം പറഞ്ഞിട്ട് പോയത്? അത് എന്നോടല്ല, അവനോട് എന്ന് ചോദിക്കും. ആ ജോർജ് ചേട്ടൻ്റെ ഇൻവെർട്ടറേ ഞാനാണ് സെറ്റ് ചെയ്ത് കൊടുക്കണത്. അതിപ്പോൾ ഈ ആന്റണി കാശ് കൊടുക്കാത്തത് കൊണ്ടേ അത് ഫുൾ എമൗണ്ട് ആയിട്ടില്ല, അതുകൊണ്ടാണ് അത് റെഡി ആഞ്ഞത്. ആ അപ്പൊ പിന്നെ ഞാൻ പോട്ടെ ചേട്ടാ, പട്ടിക്കൂടിന്റെ കാര്യം മറക്കണ്ട. അതില്ല, അത് ഞാൻ ചെയ്തു തരാന്നേ. എന്താ ജയിക്കപ്പേ? ആ ഞാൻ ചേട്ടനൊന്ന് കാണാൻ വന്നതാ. ആ ഞാൻ താഴേക്ക് വരാം. ആ മുകളിലേ കുറച്ച് പണിയുണ്ടായിരുന്നു. ആ എന്താ ജയിക്കപ്പേ? ചേട്ടാ,
ചേട്ടൻ എനിക്കൊരു ചെറിയൊരു സാമ്പത്തിക സഹായം ചെയ്യണം. അത് എത്രയാ? ഒരു 1000 രൂപ. സത്യം പറഞ്ഞാൽ ജേക്കബേ, കടം തരാൻ എൻ്റെ കയ്യിൽ പൈസ ഇല്ല. പിന്നെ വേറൊരു കാര്യത്തിന് വെച്ചിരിക്കുന്ന കാശാ. മുഴുവൻ കാശ് തികയാത്തത് കൊണ്ട് ആ കാര്യം പെൻഡിങ്ങിലാ. അത്രയ്ക്ക് അത്യാവശ്യമാണോ ജേക്കബേ? അതെ ചേട്ടാ, ഇതെൻ്റെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. ഞാൻ ഒരാളോട് ഒരു 1000 രൂപ കടം വാങ്ങിയിരുന്നു. ആ കാശ് കൊടുക്കാൻ ഇപ്പം എൻ്റെ കയ്യിലില്ല. ഞാനൊരു അവധി ചോദിച്ചതിന് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് എന്നെ അവൻ അപമാനിച്ചു, കളിയാക്കി സംസാരിച്ചു. ഉടനെ അത് തിരിച്ചു കൊടുക്കണം. ചേട്ടൻ്റെ കാശ് ഞാൻ ഉടനെ തിരിച്ചു തരും. ഒരാഴ്ചക്കുള്ളിൽ തരും. ഒരാഴ്ചക്കുള്ളിൽ തിരിച്ചു തരുമെങ്കിൽ മാത്രം ഞാൻ തരാം. എന്നെ അത്രയും കളിയാക്കിയ ആ ആൻ്റണിക്ക് ആ കാശ് എനിക്ക് തിരിച്ചു കൊടുക്കണം ചേട്ടാ, കൊടുക്കണം. ഏതാ ആൻ്റണിയാ? ആ കെട്ടിട പണിക്കൊക്കെ പോണ ബെൽബോ ജംഗ്ഷനിലുള്ള. ആ ജെയിംസിന് അനിയൻ്റെ കാര്യമാണ് ഈ പറയണത്? ആ അതെ. അവൻ അങ്ങനെ പറഞ്ഞു? പറഞ്ഞു ചേട്ടാ. അല്ലേ ഞാനിങ്ങനെ ചേട്ടൻ്റെ അടുത്ത് വരുമോ? അവൻ്റെ കാശ് കൊടുത്തിട്ടേ 2 വർത്താനം എനിക്ക് പറയണം. അങ്ങനെയാണെങ്കിലേ അവൻ്റെ കയ്യിൽ കാശ് കൊടുക്കുമ്പോഴേ ഞാനും കൂടെ വരാം. അതെന്തിനാ ചേട്ടാ? അതൊക്കെ ഉണ്ട്. അവനോട് 2 വർത്തമാനം ആ സമയത്ത് എനിക്കും പറയാനുണ്ട്. ദേ, നീ ആ കവലയിലേക്ക് നില്ലേ, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. ഞാൻ കാശുമായിട്ട് അവിടെ വരാം. ആ ശരി. വികടബുദ്ധി കലഹം പരത്തുന്നു. ഏഷണിക്കാരൻ ഉറ്റമിത്രങ്ങളെ ഭിന്നിപ്പിക്കുന്നു. സുഭാഷിതങ്ങൾ 16-ാം അധ്യായം 28-ാം വാക്യം. ഇതെന്ത് വർത്താനോടെ നീ പറയണത്? നിന്റെ ഒട്ടുമിക്ക വർക്കുകളും ഞാനല്ലേ ചെയ്യണത്. മുൻപൊന്നും ഇല്ലാത്തതുപോലെ ഓരോ നിബന്ധനകൾ. എടാ, നിബന്ധനകളൊന്നുമല്ല. ആ ഹൗസ് ഓണർ ഇച്ചിരി കർക്കശക്കാരനാ, അതാ, അതുകൊണ്ടാ. എടാ ഡേവിഡേ, അയാൾ കർക്കശക്കാരനായിക്കോട്ടെ എന്ന് നമ്മൾ കൃത്യമായിട്ടും വൃത്തിയായിട്ടും അതങ്ങ് ചെയ്തു കൊടുത്താ പോരെ? ആ, അത് മതി. ആ, ഒരു മിനിറ്റ്. ആ ഹലോ, ആ ജേക്കബേട്ടാ പറയ്, നാളെ വരുമോ? അതല്ല ജോസഫേ, എന്നെ വഴിയിൽ വെച്ച് നിന്റെ മുമ്പിൽ വെച്ച് അപമാനിച്ചിട്ട് പോയ ആ ആൻ്റണിക്ക് ഞാനൊരു പണി ശരിയാക്കിയിട്ടുണ്ട്. ആ, അത് കൊള്ളാല. ചേട്ടൻ പറയ്, കേക്കട്ടെ. നീ പറഞ്ഞ് ഞാൻ അറിഞ്ഞ അവൻ കാശ് കൊടുക്കാനുള്ള ആളെ തന്നെ കരുവാക്കും. ആ, അത് കലക്കി. അല്ല, ആരാണ് ഞാൻ പറഞ്ഞ ആള്? ആ ജോർജ് ചേട്ടൻ. ആ ചേട്ടനോട് ഒരു 1000 രൂപ കടം ഞാൻ ചോദിച്ചു. എന്തിനാ? ഈ ആന്റണിക്ക് കടം വാങ്ങിയ കാശ് തിരിച്ചു കൊടുക്കാൻ. കറക്റ്റാണല്ല, നീ ആള് കൊള്ളാല. ആ, പിന്നല്ലാതെ. ചേട്ടൻ ബാക്കി പറഞ്ഞേ. വെറും 1000 രൂപ കൊടുക്കാനുള്ള എന്നെ ആ ആന്റണി വഴക്ക് പറഞ്ഞു, ചീത്ത വിളിച്ചു, അപമാനിച്ചു എന്ന്. ഉടൻ ജോർജ് ചേട്ടൻ പറയും, ആ 1000 രൂപ ഞാൻ തരാം. നിന്നോടങ്ങനെ പറഞ്ഞവന എനിക്കൊന്ന് ശരിക്ക് കാണണമെന്ന്. എൻ്റെ അമ്മോ, കറക്റ്റ്. എന്നോടവിടെ കവലയിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുക, ഒന്നിച്ചു പോകാൻ. നീ വരുമോ അവിടെ ആന്റണിയുടെ വീട്ടിൽ? വരുവോന്നാ? അതൊന്നും എനിക്ക് കാണണം. അവനോട് വർത്താനം പറഞ്ഞ് സംഗതി ലഘുവാക്കാതെ ആ ആന്റണിക്ക് 2 കൊടുക്കുകയും കൂടി ചെയ്താലുണ്ടല്ല, സംഗതി സക്സസ്. ഓക്കെ, അപ്പൊ അവിടെ കാണാം. ആ ശരി എന്നാ. നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു. ചീത്ത മനുഷ്യൻ തിന്മയിൽ നിന്നും തിന്മ പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. ലൂക്ക 6-ാം അധ്യായം 45-ാം വാക്യം. നിനക്ക് വല്ലതും മനസ്സിലായ? ഏതാണ്ടൊക്കെ മനസ്സിലായി. ആ, എന്നാ പൂർണ്ണമായിട്ട് മനസ്സിലായില്ലേ? എന്താടാ? അതായത് ആന്റണി ജോർജ് ചേട്ടന് 5000 രൂപ കൊടുക്കാനുണ്ട്. അതെനിക്കറിയാം. അതിന് പുള്ളിക്കാരൻ ആന്റണിക്ക് 1 മാസത്തെ അവധി കൊടുത്തിട്ടുണ്ടല്ലോ. ആ,
ഇതൊക്കെ നിനക്കറിയാവോ? പിന്നില്ലാണ്ട്. ആഹാ, അപ്പൊ കാര്യങ്ങൾ നിന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ എളുപ്പമല്ല. ഇതുപോലെ തന്നെ ഈ ആന്റണിക്ക് ജേക്കബേട്ടൻ 1000 രൂപ കടം വാങ്ങിയത് കൊടുക്കാനുണ്ട്. ആ കാശിന് ആന്റണി അവധി കൊടുത്തില്ല എന്ന് മാത്രമല്ല, എൻ്റെ മുമ്പിൽ വെച്ച് ഈ ആന്റണി ജേക്കബേട്ടനെ പരിഹസിച്ചു, അപമാനിച്ചു. അയാൾ എൻ്റെ മുമ്പിൽ ചമ്മി മെനകേടായി പോയി. അറിയോ നിനക്ക്? ഈ ജേക്കബേട്ടനുണ്ടല്ല, ആള് പുലിയാണ്ടാ. അയാൾ എന്ത് ചെയ്തു? അയാൾ നേരെ ചെന്ന് ജോർജ് ഏട്ടനോട് 1000 രൂപ കടം ചോദിച്ചു. എന്നിട്ട് 1000 രൂപക്ക് തന്നെ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്ത ഈ ആന്റണിയെ പറ്റിയും പറഞ്ഞു. അത് തിരികെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ജോർജ് ഏട്ടനോട് 1000 രൂപ കടം ചോദിക്കുന്നതെന്നും പറഞ്ഞു. തൻ്റെ കടക്കാരനോട് താൻ ക്ഷമിക്കുകയും എന്നാൽ തൻ്റെ കടക്കാരൻ അവൻ്റെ കടക്കാരനോട് ക്ഷമിക്കാതിരിക്കുകയും ചെയ്തു എന്ന് വന്നപ്പോ ഈ ജോർജ് ഏട്ടൻ വെറുതെ ഇരിക്കോ? ഇനി നടക്കാൻ പോണത് നേരിൽ കാണണമെങ്കിലുണ്ടല്ല, നമുക്ക് ഒരുമിച്ച് പോവാം. ആരാ? ഈ ആന്റണിയുടെ വീട്ടിലേക്ക്. എന്താ? ഇത് ശരിയല്ലല്ലോ. ഇതെങ്ങനെയാലും ജോർജ് ഏട്ടനെ ഫോൺ വിളിച്ച് പറയണം. നീ നിൽക്ക്, ഞാനൊന്ന് പണിക്കാരോട് പറഞ്ഞിട്ട് വരാം. ശരി, വേഗം മുന്നോട്ടെ. അതേ വന്നു കഴിഞ്ഞു. എന്റെ പൊന്നോ, നീ പോയി ബെല്ലടിച്ചേ. ആ ആ ജേക്കബേട്ട, ആ ജോർജ് ഏട്ടാ, ഡേവിഡ്, ജോസഫ്, ഇതെല്ലാരും ഉണ്ടല്ലോ. നീ ഇങ്ങോട്ട് വന്നടാ. എടാ, നിനക്ക് മര്യാദയുണ്ടോ? കടം മേടിച്ച കാശ് തിരികെ കൊടുക്കാതിരുന്ന നിന്നോട് ഞാൻ ക്ഷമിച്ചില്ലേ? എന്നിട്ട് നീ നിന്റെ കടക്കാരനോട് ക്ഷമിച്ചോ? കൊടുത്തോ? ഇല്ലല്ലോ. പകരം അവനെ അവന്റെ കൂട്ടുകാരന്റെ മുമ്പിൽ വെച്ച് പരസ്യമായിട്ട് അപമാനിച്ചു, പരിഹസിച്ചു. ഇത് ശരിയാണോടാ? ഈ പാപത്തിനോട് നീ ക്ഷമിച്ചോ? അവൻ അവധി കൊടുത്തോ? ചേട്ടാ, അത് ഞാൻ പോരടാ ജേക്കപ്പേ, ആ പോരടാ ജോസഫേ. നിങ്ങൾ രണ്ടാളും ഉദ്ദേശിച്ചത് ഇതല്ലേ? എടാ, കടം വാങ്ങിച്ച കാശ് കൃത്യസമയത്ത് തിരികെ കൊടുത്തില്ലെങ്കിലേ കടം തന്നവൻ പറയുന്നത് കേൾക്കാൻ നമ്മൾ ബാധ്യസ്ഥരാ. അല്ലാതെ അവനോട് വൈരാഗ്യം തോന്നി എന്നെപ്പോലുള്ള നിരപരാധികളെ കൊണ്ട് വെല്ലുവിളിപ്പിക്കുകയും പ്രതികാരം ചെയ്യിപ്പിക്കുകയും ചെയ്യരുത്. പക്ഷേ നിങ്ങളെപ്പോലുള്ള കുനിഷ്ട ബുദ്ധിയിൽ നിന്നേ എന്നെപ്പോലുള്ളവർ എങ്ങനെയെങ്കിലും രക്ഷപ്പെടും. അല്ലടാ ഡേവിഡ്? ചേട്ടാ, എന്റെ കാശിന് അടുത്ത മാസം തരാം. അത് മതിയടാ. നിനക്കൊന്നും മനസ്സിലായില്ല അല്ലേ? ഇല്ല. അത് ഞാൻ സൗകര്യം പോലെ പറഞ്ഞു തരാടാ. പക്ഷേ നീ നിന്റെ 1000 രൂപ ഇവന് കഴിയുന്നതും വേഗം കൊടുത്തോളണം. അല്ലെങ്കിലേ SI എൻ്റെ സുഹൃത്താ. വേണ്ട ചേട്ടാ, ഞാൻ കൃത്യമായിട്ട് കൊടുത്തോളാം. ആ, വാടടേ ഇവിടെ. എന്താ ഇപ്പൊ ഇവിടെ നടന്നത്? എനിക്കൊന്നും മനസ്സിലായില്ല. അതായത് ഈ ജോർജ് ചേട്ടനോട് കാശ് മേടിച്ചിട്ടല്ലേ? അത് 1 മാസം കഴിയുമ്പോൾ തിരിച്ചു കൊടുക്കൂലേ? കൊടുക്കും. ചേട്ടൻ ഒരാഴ്ച കഴിയുമ്പോൾ 1000 രൂപ തിരിച്ചു കൊടുക്കൂലേ? ആ, ഞാൻ കൊടുക്കും. അപ്പൊ എല്ലാവരുടെ കാശും കൃത്യമായിട്ട് തിരിച്ചു കിട്ടിയില്ലേ? അപ്പൊ ഇത്രയുള്ള പ്രശ്നം. പരദൂഷകനും ഏഷണിക്കാരനും ശപിക്കപ്പെട്ടവർ. സമാധാനത്തിൽ കഴിഞ്ഞിരുന്ന അനേകരെ അവർ നശിപ്പിച്ചിട്ടുണ്ട്. പ്രഭാഷകൻ 28-ാം അധ്യായം 13-ാം വാക്യം. ഇത്രയുള്ള കാര്യം. അപ്പൊ ചേട്ടൻ പറഞ്ഞണ്ടാ? ശരിടാ, എന്നാ ഓക്കെ.
നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദി പ്രൊഡ്യൂസർ, വചനം പറയുന്നത്, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. ഫോൺ 8891952600. ഇമെയിൽ വചനം പറയുന്നത് @gmail.com.